ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല എന്താ പറയുക റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കിയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ കേട്ടോ, പക്ഷേ ഇന്നലെ എന്തോ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ ഇന്ന് ഈ വീഡിയോ ആയത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയിൽ ഇതേപോലെ വിതറിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിടരുത്, ഞാൻ വിതറിയിട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിങ്ങനെ മെല്ലെ മെൽറ്റായി വരും കേട്ടോ. ആ സമയം നമ്മൾക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കരിഞ്ഞ് പോയാൽ നമ്മളെ കേക്കിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതാ കാരമൽ ഇവിടെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇളം ചൂടുള്ള 1/2 കപ്പ് വെള്ളമില്ലേ അതൊഴിച്ചു കൊടുക്കുക. എന്താ പറയുക, വെള്ളത്തിൻ്റെ ചൂട് കൂടി പോകരുതിട്ട്, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1-2-3 സെക്കൻഡ് നമ്മൾ എന്താ പറയുക, അതൊന്നും ആദ്യം കട്ടിയായ പോലെ ഉണ്ടാവും, പിന്നെ അതങ്ങ് മെൽറ്റായിട്ട് സെറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് 4 മിനിറ്റ് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതൊന്നും കൂടി കട്ടിയായി വരും. ഭയങ്കര കട്ടിയാക്കി എടുക്കാനല്ല പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് തിക്കായി വന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് പകുതിയോളം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളതാണ് കേട്ടോ, അതിനാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. ഇനി ആ പാനിലേക്ക് കുറച്ച് എന്താ പറയുക, ഒരു 1/4 കപ്പോളം ബാക്കിയുണ്ട് കേട്ടോ, അത് അതിന്മേൽ തന്നെ ഉണ്ടാവണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കുക. ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, കുരു പെട്ട് പോകരുത് ജ്യൂസ് എടുക്കുമ്പോൾ. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, വെള്ളം എന്താ പറയുക ചേർക്കുകയും ചെയ്യരുത് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസ് ആയിരിക്കണം. കുരു പെട്ടാൽ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. ഒരു 1/4 കപ്പ് ചെറിയും 1/4 കപ്പ് ഈത്തപ്പഴം, പിന്നെ ഒരു 1/2 കപ്പ് എന്താ പറയുക കറുത്ത മുന്തിരിയും, എന്താ പറയുക 2 കളർ ടൈപ്പ് മുന്തിരിയില്ലേ അതുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഓറഞ്ചിൻ്റെ തിന്നായിട്ടുള്ള സ്കിന്നില്ലേ അത് വേണം. ഈ ഓറഞ്ചിൻ്റെ ഇത് എടുക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് മേക്കറാണ് കേട്ടോ. അതിൻ്റെ വെള്ള പോഷൻ പെട്ട് പോകരുത്, അങ്ങനെ ആകുമ്പോൾ ഭയങ്കര കയ്പ്പായി പോകും കേട്ടോ, അതും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ ഓറഞ്ചിൻ്റെ ജ്യൂസിൽ കിടന്നിട്ട് ഈ ഫ്രൂട്ട്സ് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. നമുക്കൊന്ന് 2-3 മിനിറ്റ് മിക്സ് ചെയ്തത് നല്ലോണം വറ്റിയിട്ട് ആ ഫ്രൂട്ട്സ് എന്താ പറയുക ജ്യൂസ് മൊത്തം അതിൽ ഡ്രൈ ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് അമ്മയ്ക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ, ഒരു ബൗളിലേക്ക്. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് എല്ലാ ഭാഗത്തും ഈ പൊടി എത്തുന്ന രീതിക്ക് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഫ്രൂട്ട്സ് ഇല്ല എല്ലാം കൂടി ഒരുമിച്ച് താഴെ പോയി നിൽക്കാണ്ട് എന്താ പറയുക എല്ലാ ഭാഗത്തും ഒരേ രീതിക്ക് സെറ്റായി നിൽക്കേണ്ടിയിട്ടാണ് നമ്മൾ മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുന്നത്. ഇനിയിപ്പം വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദയില്ലേ അതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ സ്പൈസസ് പൊടിച്ചതില്ലേ അതിട്ട് കൊടുക്കുക. ഏലക്കായും പട്ടയും ഗ്രാമ്പും കേട്ടോ, അത് 3 കൂടി പൊടിച്ച പൊടിയാണിത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണിന് ബേക്കിംഗ് പൗഡർ ഇല്ലേ അതും കൂടി വേണം കേട്ടോ. പിന്നെ ഒരു പിഞ്ചുപ്പും, അത് വീഡിയോയിൽ മിസ്സായതാട്ടോ, അതും കൂടി വേണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡൻ്റെ ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ അതിലൊരു തുള്ളി വെള്ളം പോലും ഉണ്ടാവരുത് കേട്ടോ. നല്ലോണം തുടച്ചിട്ട്, അഥവാ വെള്ളം ഉണ്ടെങ്കിൽ നല്ലോണം തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിപ്പോൾ മിക്സിയിലാട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബീറ്ററിൽ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ, ബീറ്റർ ഉണ്ടെങ്കിൽ.
ഇനിയിപ്പോൾ ഇതായി മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/3 കപ്പ് പഞ്ചസാരയില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ബട്ടർ ഇല്ലേ, അൺസാൾട്ടഡ് ബട്ടർ കേട്ടോ, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഇല്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കാരമലിൻ്റെ സിറപ്പില്ല നമ്മളാക്കി വെച്ച് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ബാറ്റർ നല്ല തിക്കായിട്ടാട്ടോ വേണ്ടത്, ലൂസായി പോവരുത്. അപ്പോൾ ഇത് നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ല അത് ഇട്ട് കൊടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ടിന് നല്ല തീരെ ചൂടുണ്ടാവരുത് കേട്ടോ. ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് നല്ലോണം ചൂട് പോയി തണുത്തതിന് ശേഷം മാത്രം കേട്ടോ ഈ മിക്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ചൂടുണ്ടാവരുത് കേട്ടോ, അത് നല്ലോണം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്കോ ഫോർക്കോ കൊണ്ട് കട്ട കെട്ടി കിടക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തുനിന്നും ഉടച്ച് എടുക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് കുത്തി ഉടക്കാനല്ല, നമ്മളത് ഇപ്പം കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദൻ്റെ മിക്സ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഫസ്റ്റ് തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തിക്കായിട്ട് തന്നെ കേട്ടോ നമ്മളെ ബാറ്റർ വേണ്ടത്. ഭയങ്കര കട്ടിയായി വിചാരിച്ച് നമ്മൾ വെള്ളമോ പാലോ ഒന്നും ഒഴിക്കാൻ നിൽക്കണ്ട, ഇത്ര തന്നെ കട്ടിയിൽ വേണം. പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ തന്നെ കേട്ടോ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു സോസ് പാനിൽ കുറച്ച് ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നില്ലേ അങ്ങനെ ബേക്ക് ചെയ്യുക, ഓവനിൽ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ബാറ്റർ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക കേട്ടോ, എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കേക്ക് ആയി വന്നാൽ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയും കൂടിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കാഷ്യൂസും മുന്തിരിയും ചെറിയ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കാഷ്യൂസും ഇതൊക്കെ കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ കേക്ക് ആയി വന്നാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ നല്ല മുഞ്ചിൽ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു അടികട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അത് ആദ്യം നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ മേലെ വേണം കേട്ടോ ഈ പാത്രം വെക്കാൻ. ഇതിനൊരു ഹോൾസ് ഉള്ളതുകൊണ്ട് അതും നമ്മൾ അടച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ വേണ്ടി വരും കേട്ടോ. പ്ലം കേക്ക് നോർമൽ കേക്ക് പോലെയല്ല, കുറച്ച് സമയം എടുക്കും കേട്ടോ കുക്കായി വരാൻ. എനിക്കിപ്പോൾ 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്